السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. സുദീർഘമായ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ചടച്ചിരിക്കുന്ന ആളുകളെടുത്ത് വീണ്ടും പ്രഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആർ യു ഹാപ്പി? യെസ്. രണ്ടാമത്, ഞാനൊരു പ്രഭാഷകനല്ല, അതുകൊണ്ട് എൻ്റെ സംസാരം ഒരു കൊളോക്കിയലായിരിക്കും. മൈ സ്ലാങ് ഈസ് സോ ഡിഫറെൻറ്റ് ദാൻ യു. ഞാനൊരു കൊച്ചിക്കാരനായതുകൊണ്ട് കൊച്ചി സ്ലാങ്ങിൽ സംസാരിക്കും. കുഴപ്പമുണ്ടോ അതിന്? ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? പക്ഷെ എനിക്ക് നിങ്ങളുടെ പലതും മനസ്സിലാവുന്നില്ല. ഞാൻ രാവിലെ എന്നെ ഫയാസാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ എന്നെ ആക്കിയിട്ട് വേറൊരാളെ വണ്ടിയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് വീണ്ടും വന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്? ഇല്ല, ഞാൻ വേറൊരാളെ കീച്ചാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു, ഞാൻ വേറെ ആളെ കീച്ചാൻ വന്നതാണെന്ന്. ഫയാസ്, ഈ കീച്ചാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓ സോറി, നിങ്ങൾ കൊച്ചിക്കാരനാണല്ലേ? ഞാൻ വേറെ ആളെ ആക്കാൻ വേണ്ടി വന്നതാണ്. യെസ്, കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇവരോട് എങ്ങനെയാണ്. എന്നിട്ട് റാഫി പേരാമ്പർ എന്നോട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനാണെന്ന്. ഞാനെങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യും? കീച്ചാനൊക്കെ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുപോലെ കുറേ വേർഡ്സ് ഒരു ചെറിയ നിമിഷത്തിനുള്ളിൽ എനിക്ക് പിടുത്തം കിട്ടാത്ത കുറേ വാക്കുകൾ കിട്ടിയിരുന്നു. പക്ഷേ എൻ്റെത് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ? അപ്പോൾ മോൾഡ് യുവർ സെൽഫ്, യു മോൾഡ് യുവർ മൈൻഡ് ഫോർ സക്സസ് ലൈഫ്. അപ്പോൾ എപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ആദ്യമായി ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ, ലൈഫ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ചില ആശയങ്ങളെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാറുണ്ട്, അല്ലേ? പക്ഷെ ഇത്തരം ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് നമുക്കൊരു ബോധ്യം വരണം, നമ്മൾ ആരാണ് എന്നുള്ളത്. ഹൂ ആം ഐ? ഞാൻ ആരാണ് എന്ന് എനിക്കൊരു ബോധ്യം വേണം. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ ഫിറോസ് ആരാണെന്നല്ല, നമ്മളിൽ എല്ലാവരിലും ഉള്ള ഞാൻ എന്ന ഭാവത്തെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ ഞാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എക്സ്ക്യൂസ് മീ, ഇയാളുടെ പേരെന്താണ്? ഫിറോസ? മോനും ഫിറോസാണോ? കഷ്ടമായി പോയി. അപ്പൊ ഞാൻ ഫിറോസിനോട് ചോദിക്കുന്നതാണ് ഒരു ചോദ്യം, ഫിറോസ് ആരാണ്? ആൻസർ വന്നു. ഫിറോസ് ആരാണെന്ന് വെച്ചപ്പോ ഞാൻ തന്നെ. അതൊരു ആൻസർ ആണോ? ഞാൻ തന്നെ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണു, ഈ ഞാനെന്ന് പറഞ്ഞ ഫിറോസ് ആരാണ്? ഗുഡ് ആൻസർ, മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനുഷ്യന്മാരല്ലേ? എനിക്ക് കണ്ടാലറിയാം മനുഷ്യനാണെന്ന്. ഞാൻ മനുഷ്യനോടല്ലേ ചോദിക്കുന്നത്? സി, ആൻസർ ഇസ് ഗോയിങ് ലൈക്ക് ദാറ്റ്. ഞാൻ തന്നെ. വീണ്ടും ചോദിക്കും, ഞാൻ ആരാണ്? കണ്ടാലേ ഞാൻ ഒരു മനുഷ്യനാണ്. ദാറ്റ് ആൻസർ ഇസ് നോട്ട് സ്പെസിഫിക്. ആൻസർ സ്പെസിഫിക് ആണോ? ഇനി ഞാൻ വീണ്ടും ചോദിക്കും, ഫിറോസ് ആരാണെന്ന്. അപ്പൊ ഫിറോസ് പറയരുത് ഞാനൊരു ആൺകുട്ടിയാണെന്ന്. അതും എനിക്ക് കണ്ടാലറിയാം. ജെൻഡർ ന്യൂട്രാലിറ്റി ഒന്നും ഇവിടെ ഇല്ല. So again I am asking you,
ഫിറോസ് ആരാണ്? ഫിറോസ് എന്തിക്കണം മുമ്പിൽ വന്നിരുന്നത് അബദ്ധമായി. ബാക്കിൽ ഇനി സീറ്റില്ല, അവിടെ ഫുള്ളാണ്. Don't try to go rear side. Come on, tell me. Yes. Again you are telling, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, വിദ്യാർത്ഥിയാണ്. Everybody is a student. Everybody is a student. ആകെ ആ മൂലയിൽ 2 കാർന്നോക്കന്മാരുള്ളൂ. You all are students. You are telling again ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, ഒരു പൊതുവായ ഉത്തരവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, again I am asking you. പിന്നെ ഈ ചേട്ടനും സ്റ്റുഡന്റ് അല്ല. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഫിറോസ് ആരാണ്? പെട്ട പടച്ചവനെ. I am going to change. Excuse me. മൂപ്പര് ഇങ്ങനെ നോക്കണം, എന്റെ മുഖത്തേക്ക് നോക്കണ്ട, എന്റെ മുഖത്തേക്ക് നോക്കി കുരിശാവും. Come on, you are. മോന്റെ പേരെന്താണ്? Yes. അനാൻ. അനാദി. അനാൻ. Yes. അനാദിയാണ്. Endless. അനാൻ. ഞാൻ അനാനോട് ചോദിക്കുന്നു, അനാൻ ആരാണ്? സ്റ്റുഡന്റ് ആണെന്ന്. സ്റ്റുഡന്റ് ആയ അനാൻ ആരാണ്? സോ കൺഫ്യൂസ്ഡ്. ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ ചോദിച്ചത് ഈ സമം MC² അല്ല, വൃത്തസ്തൂപികയുടെ ഒരു ഇക്വേഷനും ഞാൻ ചോദിച്ചിട്ടില്ല. πr² എന്ന് പറഞ്ഞ ആൻസർ ഒന്നും പറയണ്ട. ഞാൻ താൻ ആരാണെന്നാണ് ചോദിച്ചത്. ഹോൾഡ് ഓൺ, നമുക്ക് ഇവരോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ഇവര് നോക്കണില്ല മുഖത്തേക്ക്, താഴത്തേക്ക് നോക്കി. ഇദ്ദേഹം പറയൂ, നിങ്ങളുടെ പേരെന്താണ്? ഇനാസ്. ഇനാസ്. ഇനാസ? ഇനാസ്. ഇനാസ് ആരാണ്? ഇനാസ് അറിയില്ല. See, the beauty of question is, ഈ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഭംഗി ഇതാണ്. അനാനോട് ഞാൻ രണ്ടാമത് സ്റ്റുഡൻ്റായ അനാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ കണ്ണൂരിട്ട് ചോദിച്ചു. ഇയാൾ എന്ത് ചോദ്യമാണ് ചോദിക്കണം? ഈ ചോദ്യങ്ങൾ പല സ്ഥലത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഒരു സ്ഥലത്ത് ചോദിച്ചു. അപ്പൊ ചെറിയൊരു കുട്ടി, സർ യുവർ ആൻസർ ഇസ് ബ്ലണ്ടർ, അല്ലേ, യുവർ ക്വസ്റ്റ്യൻ ഇസ് ബ്ലണ്ടർ, ഹൗ ക്യാൻ ഐ ആൻസർ യു? സാറിന്റെ ചോദ്യം തന്നെ തെറ്റാണ്, ഓഴത്തിനോട് ചോദിക്കണത്. പിന്നെ ഹൗ ക്യാൻ ഐ ആൻസർ യു? ഞാൻ എങ്ങനെ ഉത്തരം പറയണത്? ആരുടെങ്കിലും മുഖത്ത് നോക്കിയിട്ട് അയാൾ ആരാണെന്ന് ചോദിക്കോ? അല്ലെങ്കിൽ പോട്ടെ, ആരുടെങ്കിലും പേരെടുത്തിട്ട് അയാൾ ആരാണെന്ന് ചോദിക്കോ? ഇല്ല. അന്ന് ഞാൻ ചോദിക്കട്ടെ, മമ്മൂട്ടി ആരാണ്? ആക്ടർ. സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ്? റൊണാൾഡോ ആരാണ്? വെടിയുണ്ട് പോലെ ഉത്തരം വന്ന്. ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ആരാ ഞാൻ? സോ ഡിഫിക്കൽട്ട് ടു ആൻസർ. ഇറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ. പക്ഷെ മമ്മൂട്ടി ആരാണ്? മമ്മൂട്ടി ആക്ടർ, സച്ചിൻ ക്രിക്കറ്റർ, റൊണാൾഡോ ഫുട്ബോളർ. വെടിയുണ്ട പോലെ ആൻസർ. ദാറ്റ് മീൻസ് നമുക്ക് നമ്മളെ കുറിച്ച് മാത്രമാണ് അറിയാൻ പാടില്ലാത്തത്, ബാക്കി നാട്ടുകാരെ പറ്റി മുഴുവനും അറിയാം. നിങ്ങള് ക്ലാസ്സില് ഒരു പയ്യനില്ലേ? ഏത് പയ്യൻ? ആ റിയാസില്ലേ? ഏത്? സോറി, ഇനി റിയാസ് ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇമാജിൻ റിയാസില്ലേ? ഏത് റിയാസ്? ആ മണ്ടൻ റിയാസ്. ഏത് മണ്ടൻ? എന്ത് ചോദിച്ചാലും മണ്ടത്തരം പറയുന്ന റിയാസ്. മനസ്സിലായി, ആ റിയാസ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. എടാ, നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റേ മുഹമ്മദ് ഇല്ലേ? ഏത് മുഹമ്മദ്? ആ കച്ചറച്ചക്കൻ മുഹമ്മദ്. ഏത് മുഹമ്മദ്? എല്ലാരോടും ഇടി ഉണ്ടാക്കണം മുഹമ്മദ്. മനസ്സിലായി, ഇടിയം മുഹമ്മദ്. യെസ്, ഇടിയം മുഹമ്മദ്. യെസ്. സി, ഐഡന്റിറ്റി. നമ്മൾ ആരാണ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അയാൾ ആരാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ കൂട്ടിച്ചേർക്കുക?
പറയൂ, എന്താണ്? എന്ത് കൂട്ടിച്ചേർക്കുന്നു? അവരുടെ കഴിവുകൾ കൂട്ടിച്ചേർക്കും. അൾട്ടിമേറ്റ്ലി ഇവിടെ ഇരിക്കുന്ന ഫിറോസും അനാനും ആരും റിയാസിനോടൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ നെയിം. There is something different answer should come. ഇതിനപ്പുറം വേറെ ഉത്തരവുണ്ട് നമ്മൾ ആരാണെന്നുള്ളത്. ആ ഉത്തരം ഒരു പക്ഷേ നമുക്ക് മാത്രം അറിയാൻ പറ്റൂല. കാരണം എന്തായിരിക്കും? അവൻ വിളിക്കുന്നത് നല്ല കാര്യമായിരിക്കില്ല നമ്മളെ പറ്റി. ആ മണ്ടൻ റിയാസ്, നമ്മളെ നാട്ടില് മണ്ടനെയൊക്കെ കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ ഭോജൻ എന്ന് പറയാ. ആ ഭോജൻ അപ്പൊ നമ്മളെ പറ്റി സംതിങ് നല്ലത് പറയുന്നെങ്കിൽ ചില ആളുകളുടെ സ്വഭാവത്തിലാണ് ഐഡന്റിഫൈ ചെയ്യുക. ചില ആളുകളെന്നല്ല, എല്ലാരും. ബട്ട് സം പീപ്പിൾ ഐഡന്റിഫൈ, എന്ത് ചെയ്യും? അവരെ പോസിറ്റീവായ സ്വഭാവത്തിൽ അറിയപ്പെടുന്നു. ചിലവര് നെഗറ്റീവായ സ്വഭാവത്തിൽ അറിയപ്പെടുന്നു. അവരാണ് നമ്മള്. നെഗറ്റീവായ സ്വഭാവം ചിലപ്പോ നമ്മൾ മാത്രം അറിയൂല. നമ്മളെ ഇരട്ടപ്പേരിന് എന്തെന്നാ ഇവിടെ പറയാ? ഇരട്ടപ്പേര് തന്നെയാണ്. ഓക്കെ, ഇരട്ടപ്പേരൊക്കെ വിളിക്കുന്നത് നമ്മൾ മാത്രം അറിയാൻ പാടില്ലാത്തതുള്ളൂ. മറ്റുള്ളവർ നമ്മളെ പേരിട്ടിട്ടുണ്ടാവും. It is mainly because of our personality. നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ, നാടൻ ഭാഷ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിലിരിപ്പ് എന്താണോ അതാണ്. whether it is positive or negative. But some people, they have dominated with ഇങ്ങനെ പോസിറ്റീവില് അറിയപ്പെടുന്നവരുണ്ടെങ്കിൽ ചിലവർ നെഗറ്റീവില് അറിയപ്പെടുന്നു. അപ്പൊ സിമ്പിള്, ഫിറോസ് ആരാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ ഫ്രണ്ട്, ഫസ്റ്റ് ടു റിയലൈസ് ഹൂ ആം ഐ എന്നുള്ളത്. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്തോടത്തോളം കാലം നമുക്ക് നമ്മളുടെ ലൈഫിൽ ഡാഷ് 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 ഇല്ല. There is no success, there is no enjoyment, there is no wisdom, there is no wins, etc. If you want to develop anything in your life, personality, your career, education, marriage life, എന്തു ആവട്ടെ, first you realize who am I. Realize yourself. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം. ഞാനൊരു കഥ പറയട്ടെ. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ ഫിറോസ് പറഞ്ഞ മാതിരി എനിക്ക് മറ്റുള്ളവരാരോടൊന്നും തിരിച്ചറിയണ്ട. ഇത് ഫിറോസിന്റെ മൈൻഡ് മാത്രമല്ല, എല്ലാരും മൈൻഡ് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ഭാര്യയുമായി ഒരു കോൺവെർസേഷൻ നടത്തി. നീ ആരാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ 4 ചോദ്യങ്ങൾ നിന്റെ അടുത്ത് ചോദിക്കാം. ഈ 4 ചോദ്യങ്ങൾ ചോദിച്ചതിന് നീ ഉത്തരം കണ്ടുപിടിച്ചാൽ നീ ആരാണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ആദ്യത്തെ ചോദ്യം, നിന്റെ ഒരു 5 പോസിറ്റീവ് പറയാൻ പറഞ്ഞു അവളെടുത്ത്, ഭാര്യയുടെ അടുത്ത്. അപ്പൊ ഭാര്യ, എന്നോട് ഇതുവരെ ഇങ്ങനെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല, പോസിറ്റീവാ? ഏയ് എനിക്കറിയാൻ പാടില്ല. നീ പറ. അങ്ങനെ കുറെ നിർബന്ധിച്ചപ്പോ അവളുടെ പോസിറ്റീവൊക്കെ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്.
ഞാൻ അങ്ങനെയാണ്. ഇനി എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ 3 എണ്ണം പറഞ്ഞു. 5ാമത്തത് ബ്ലാങ്ക്, 4ാമത്തത് ബ്ലാങ്ക്, 5ാമത്തത് ബ്ലാങ്ക്. My second question was, നിന്റെ 5 നെഗറ്റീവ്സ് എന്താണ്? നെഗറ്റീവ്സാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ പോരായ്മകൾ, വീക്ക്നെസ് എന്ത് വേണമെങ്കിലും പറയാം. ഓ, അത് നിങ്ങൾ പറയാറില്ലേ, ഞാൻ അങ്ങനെയാണ്, അത് നിങ്ങൾ പറയാറില്ലേ ഇങ്ങനെയാണ്, അതൊക്കെ പറയാറില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൾ എത്ര എണ്ണം പറഞ്ഞു? ഫസ്റ്റ് എത്ര എണ്ണം പറഞ്ഞു? 3. മൈ തേർഡ് ക്വസ്റ്റ്യൻ, എന്റെ 3ാമത്തെ ചോദ്യം, നിന്റെ ഭർത്താവായ എന്റെ പോസിറ്റീവ് എന്താണ്? അപ്പോൾ ഓ, നിങ്ങൾ വലിയ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് അങ്ങനെ പറഞ്ഞു. എത്ര എണ്ണം പറഞ്ഞു? മൈ ഫൈനൽ ക്വസ്റ്റ്യൻ വാസ്, നിന്റെ ഭർത്താവായ എന്റെ നെഗറ്റീവ് എന്താണ്? നിങ്ങളെ നെഗറ്റീവാ? എക്സൈറ്റഡ് ആയിട്ടാ, അതുവരെ ബോറടിച്ചിരിക്കണായിരുന്നു. നിങ്ങൾ നെഗറ്റീവാ? എന്റെ നെഗറ്റീവ് കാര്യമായിട്ടാണ് ചോദിക്കണം. ഞാൻ എന്റെ നെഗറ്റീവാണ് ചോദിക്കണം. ദേഷ്യം വരുമോ പറഞ്ഞ? ഇല്ല. നിങ്ങൾ അങ്ങനെയാണ്, ഭയങ്കര പവറായിട്ട് ഉത്തരത്തില് അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, പിന്നെ നിങ്ങൾ ഇതുപോലെയാണ്, പിന്നെ ഇത്, പിന്നെ ഇത് 5 എണ്ണം മതിയാ? 5 എണ്ണം മതിയാന്ന്. അപ്പൊ ഞാൻ പറ, അയ്യോ 5 എണ്ണം പോരെ? പ്രധാനപ്പെട്ട 2-3 എണ്ണം കൂടി ഉണ്ടായിരുന്നു. എന്നാ നീ പറഞ്ഞോ, എത്ര എണ്ണം വേണം? ഒരു 3 എണ്ണം കൂടി പറഞ്ഞോട്ടെ. യെസ്, 3. പിന്നെ അതാണ്, പിന്നെ ഇതാണ് 3 എണ്ണം പറഞ്ഞു കേട്ടാ. അങ്ങനെ ഭയങ്കര ഹാപ്പി. എന്റെ മൂത്ത് നോക്കിയിട്ട് പറയാൻ കിട്ടിയ ചാൻസ് ആണല്ലോ, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ രാത്രി കടന്ന് പിറ്റേ ദിവസം നേരം എടുത്ത് സുബൈക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ചായ കൊണ്ടുവന്നു. അതെ, നിങ്ങൾ ഇന്നലെ രാത്രി ചോദിച്ചില്ലേ ഒരു ചോദ്യം? അല്ലേ, 4ാമത്തെ ചോദ്യമില്ലേ, അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണം പറയാൻ വിട്ടുപോയി. ഞാൻ ചെയ്ത് നീ 8 എണ്ണം പറഞ്ഞല്ല. അതല്ല, അതെ, 1ാമത് പറഞ്ഞ രാത്രി കിടന്നപ്പോഴാണ് ആലോചിച്ചത്. 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു. ഏതാണ്? 1ാമത് പറയേണ്ടത് ഇതാണ്. എത്ര എണ്ണം പറഞ്ഞ അവള്? 10 എണ്ണം പറഞ്ഞു. So that means we are very, very conscious regarding others. മറ്റുള്ളവർ എങ്ങനെയാണെന്ന് അറിയാനും പഠിക്കാനും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതൊരു സുഖമാണ്. പക്ഷേ ഞാൻ ആരാണെന്ന് എനിക്ക് ഇനി അറിയണ്ട. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമ്മളെ പറ്റി ആര് പഠിച്ചിട്ടുണ്ടാവും? യെസ്, എക്സാക്ട്ലി, യു സെഡ് ഇറ്റ്. മറ്റുള്ളവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സിമ്പിളാണ്. ഞാൻ അറിയാണെന്ന് എന്ത് ചെയ്താൽ മതി? അവരോട് പോയി ചോദിച്ചാൽ മതി. അവരോട് പോയി ചോദിച്ചാൽ പോരെ. പക്ഷെ ഇറ്റ്സ് വെരി, വെരി ഡിഫിക്കൾട്ട് ചോദിക്കാനാ. എന്റെ നെഗറ്റീവ് എന്നൊക്കെ ചോദിച്ചാല് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പോസിറ്റീവ് ഒരുത്തനോടും പറയൂല. പറയോ? ഏയ് എടാ അവനില്ലേ ഷെരീഫ് ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്ട, കണക്കിന് അവനിക്ക് എപ്പോഴും ഫുൾ മാർക്കാണ്. മിണ്ടാണ്ടിരി, അവൻ വന്നണ്ട് പറയലേട്ടാ. എന്താണ് അവനോട് പറയേണ്ടത്? അവന് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര അഹങ്കാരിയാണെന്ന്. അവനിക്ക് അഹങ്കാരം കൂടി പോകുന്നത് എനിക്ക് ടെൻഷനാണ്. ഒരുത്തിനെയും നമ്മൾ എന്ത് ചെയ്യൂല? പോസിറ്റീവ് പറയൂല. അറ്റ നിക്കണ ഒരുത്തല്ലേ, ആ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അവനെ കാണാൻ, എടാ അതാരാണ്? അത് നമ്മളാ സുബൈറല്ലേ? സുബൈറേ നല്ല ഗ്ലാമറാണല്ലേ കാണാൻ, ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്. അവൻ കാലിലോട്ടൊരു ചവിട്ട്. മിണ്ടാണ്ട് സംഗതിയൊക്കെ ശരിയാണ്. പറയല്ലേട്ടോ അവൻ്റെ അടുത്ത്. അവനല്ലെങ്കിൽ അഹങ്കാരിയാണ്. അത് പറഞ്ഞ അവനൊരു അഹങ്കാരം കൂടുന്നു. നമുക്ക് ഭയങ്കര പിശുക്കാണ്. ഇത് അവന് അഹങ്കാരം കൂടുന്നത് കൊണ്ടല്ല, പകരം എനിക്ക്
Yes, again you said it. മിടുക്കിയാണല്ലോ. ഒരു കൈയ്യടി കൊടുത്തേ. എന്റെ മനസ്സില് അസൂയ ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഒരാളുടെ നന്മ കണ്ടാൽ കൊള്ളാട്ടാ. എടാ, യു ആർ ഗുഡ്, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ഓ, ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയില്ലേ? ഗുഡ്, നന്നായിടാ. ഈ പരിപാടി നടത്തിയില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. ഗുഡ്, കൊള്ളാം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് എന്തോ നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മളെ വിചാരം. എന്താണ് നഷ്ടപ്പെടുന്നത്? മനസ്സിൽ അസൂയ പോവും. അത് പോകാൻ പറ്റുമോ? ഈ അസൂയ എന്ന് പറഞ്ഞത് നമ്മൾ ജീവിപ്പിക്കുന്നതാണ് പലരെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? എന്തൊക്കെയുണ്ട്. ഇനി പെൺകുട്ടികൾ ഉദാഹരണം നോക്കിക്കോ. അടി, അവളിട്ടേക്കണ പർദ്ദ സൂപ്പർ പർദ്ദ, കണ്ടാ അറിയാ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന്. വന്നുണ്ട് മിണ്ടല്ലേട്ടാ, സബ്ജക്റ്റ് മാറ്റിക്കോ. സബ്ജക്റ്റ് മാറ്റി കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾക്ക് മറ്റാൾക്ക് മുട്ടണ്. ഈ പർദ്ദ എവിടെ നിന്ന് വാങ്ങിച്ചത്? ഞാൻ ലുലു മാളിൽ ഫാഷൻ ഇത് ഉണ്ടായിരുന്നപ്പോൾ, ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഭയങ്കര കോസ്റ്റാണെന്ന് തോന്നണല്ലേ? ഭയങ്കര കോസ്റ്റാണ്. എനിക്കിഷ്ടമല്ല കോസ്റ്റുള്ളത് ഇടുന്നത്. എന്താണ്, റഫ് യൂസിനൊന്നും പറ്റൂല. അസൂയ അങ്ങോട്ട് തിളച്ച് മറിച്ചിട്ടേ ഒരു രക്ഷയില്ല. ഐ ഗുഡ്, കൊള്ളാട്ടോ എന്ന് പറഞ്ഞാല് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾ ഒരാളും മറ്റൊരാളുടെ പോസിറ്റീവ് കണ്ടിട്ട് എന്ത് ചെയ്യൂല, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അഭിനന്ദിക്കുന്നില്ല. കുറച്ച് ഉമ്മമാരുണ്ട് ബാക്കില്, കുറച്ച് ഉമ്മമാരല്ലേ ഉള്ളൂ. ഐ തിങ്ക് ഹൗ മെനി ഉമ്മമാർ ഇവിടെ? എത്ര ഉമ്മമാരുണ്ട് ഇവിടെ? റേസ് യുവർ ഹാൻഡ് പ്ലീസ്. 1 2 3 4 5. ഓക്കെ, പറയാൻ പാടില്ല എങ്കിലും നമ്മളെ പിള്ളേർ പഠിക്കട്ടെ. ഒരു കുട്ടി, ഉമ്മ എനിക്ക് പരീക്ഷക്ക് മാത്സ് പരീക്ഷന്റെ റിസൾട്ട് കിട്ടി. എത്ര കിട്ടിയടാ? എനിക്ക് 47 മാർക്ക് കിട്ടി ഔട്ട് ഓഫ് 50. അപ്പൊ തന്നെ ഉമ്മ, ബാക്കി 3 മാർക്ക് എന്തേടാ? ഉമ്മ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. നോ, എനിക്കതൊന്നും കേൾക്കണ്ട. ബാക്കി 3 മാർക്ക് എന്തേ? ഉമ്മ ഞാനും 3 സ്റ്റാൻഡേർഡില് ഞാനാണ് ഫസ്റ്റ്. എനിക്കതൊന്നും കേൾക്കണ്ട. ബാക്കി 3 മാർക്ക് ഇവിടെ എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോ നീ ഫുൾ ഇത് പറഞ്ഞല്ല, എന്നിട്ട് എന്താ 3 മാർക്ക് കിട്ടാഞ്ഞത്? അവസാനം എനിക്ക് ഭ്രാന്തായി. ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ട് ഉമ്മ ഒപ്പിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പരിപാടിയാണ് ഉമ്മ കാണിച്ചത്? അവനിക്കൊരു കൺഗ്രാജുലേഷൻ ഒക്കെ പറയണ്ടേ? കൊള്ളാട്ടാ, നല്ല മിടുക്കൻ, ഇനിയും ഇതിനേക്കാൾ കൂടി. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഓടി വരുന്നത്. അപ്പൊ തന്നെ ഉമ്മ പറയണം, അവൻ അഹങ്കാരിയായി പോവും. അപ്പൊ പിറ്റത്തെ പ്രാവശ്യത്തെ പരീക്ഷ അവൻ വീട്ടിൽ വരണം ബാഗ് ഇട്ടായിട്ട് ഭയങ്കര ഗ്ലൂമി. എടാ, പരീക്ഷ പേപ്പർ കിട്ടിയാ? പരീക്ഷ പേപ്പർ കിട്ടിയാന്ന്? കിട്ടി. എത്ര മാർക്ക് കിട്ടി? അവൻ അങ്ങോട്ടൊക്കെ പോണു, വെള്ളമൊക്കെ കുടിക്കും. എടാ, ചോദിച്ചതിന് മറുപടി പറയടാ. ചായ ആയില്ലേ? മറുപടി. പരീക്ഷ പേപ്പർ കിട്ടി, എത്ര മാർക്ക് കിട്ടി? 27. കണ്ട കഴിഞ്ഞ പ്രാവശ്യം 47 മാർക്ക് കിട്ടിയവൻ ഇപ്രാവശ്യം 27. കഴിഞ്ഞ പ്രാവശ്യം 47 കിട്ടിയപ്പോ ഉണ്ട് കിട്ടി. അത് കാരണം ഇപ്രാവശ്യം 27, 2 സമം. സെയിം മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും എനി പോസിറ്റീവ്സ്, ഒരു നല്ല കാര്യം ഒരാളിൽ കണ്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് എ അപ്ലോസ് ടു ദം. ഒരു അഭിനന്ദനം കൊടുക്കാൻ മറക്കരുത്. ഉമ്മ ഒരു നല്ല ഭക്ഷണം വെച്ചെന്ന്, ഉമ്മ എനിക്ക് ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഉമ്മ, താങ്ക് യു ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉമ്മ അടുത്ത പ്രാവശ്യം അത് വെച്ച് തരും. സീക്രട്ടാണ്, പുറത്ത് പറയുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, നമ്മളാരും പറയുന്നില്ല. നമ്മളുടെ കൂട്ടുകാരന്റെ നല്ല ഗുണങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം? അവനെ അഭിനന്ദിക്കണം. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യും, ചീത്ത കണ്ടാൽ എന്ത് ചെയ്യും? ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തും.
അത് റെഡി. എന്ത് പണിയാടാ കാണിച്ച്, നീ എന്ത് പണിയാ കാണിച്ച? അപ്പോഴത്തേക്ക് അവൻ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആവും, ദേഷ്യം വരും, അവനിക്ക് ചൂട്. പിന്നെ നീ ആരാണ്ടാ തിരുത്താൻ? റെസ്ട്രിക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ തിരിച്ച് ചോദിച്ചു നോക്കിയ നെഗറ്റീവ്സ്. പോസിറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കാതെ പറയണം. നെഗറ്റീവ്സ് ചോദിക്കുമ്പോൾ പറയണം. അപ്പൊ ഇഫ് യു വാണ്ട് ടു ഗ്രോ, ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് യുവർ സെൽഫ്, യു ആസ് യുവർ പോസിറ്റീവ് ആസ് വെൽ as നെഗറ്റീവ്. നെഗറ്റീവും ചോദിക്കണം. എടാ, ഞാൻ നിന്റെ കൂടെ കൂട്ടുകാരനായിട്ട് കുറെ നാളായില്ലേ, എന്റെ നെഗറ്റീവ് എന്താണ്? അപ്പൊ തന്നെ അവൻ നോക്കും ഇങ്ങനെ, എടാ നീ സീരിയസ് ആയിട്ടാണോ പറയണ? കുറെ കാലമായി നിന്നോട് നടക്കാൻ തുടങ്ങിയിട്ട്, നീ ഒരു കാര്യം ചോദിച്ചത് ഇപ്പോഴാണ്. They can express like that. See, നമ്മൾ അങ്ങനെ ഒരു ഗുഡ് പേഴ്സൺ എങ്കിൽ മാത്രമേ അവർക്കും നമ്മൾക്കും. സാറേ ടൈമായാ? ഇല്ല അല്ലേ? ആ വരവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച സമയമായി. എങ്കിൽ മാത്രമേ നമുക്കും അവർക്കും സ്വയം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എനിവേ, so we want to develop our personalities, our strength. ഈ പോസിറ്റീവിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം, നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡൈവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അസൂയപ്പെടാം. എന്തിലൊക്കെ അസൂയപ്പെടാം? എന്തിലൊക്കെ അസൂയപ്പെടാം? എന്തിനൊക്കെ അസൂയപ്പെടാം? ചില കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചില മത്സര ബുദ്ധിയോടുകൂടി അത് ചെയ്യാം. ബാക്കിയുള്ളതിലൊന്നും അസൂയപ്പെടരുത്. ഇതുകൊണ്ടാണ് ഈ അസൂയാലോ അസൂയപ്പെടുമ്പോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ചില ക്വാളിറ്റീസ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ചില സമയത്ത് അത് വേണം. ഇപ്പൊ ദേഷ്യം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഒറ്റടിക്ക് നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറയും. കാര്യം എന്താണ്? തൊട്ടതിന് പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെട്ടാൽ നെഗറ്റീവ് ആണ്. ബട്ട് ദേഷ്യം റൈറ്റ് ടൈമില് റൈറ്റ് പേഴ്സന്റെ അടുത്ത്, റൈറ്റ് ടൈം മീൻസ് റൈറ്റ് സിറ്റുവേഷൻ, പക്ക റൈറ്റ് സിറ്റുവേഷനില് റൈറ്റ് പേഴ്സന്റെ അടുത്ത് അതിന്റെ കൃത്യമായ അളവിൽ ദേഷ്യം പോസിറ്റീവാണ്. എനി ക്വാളിറ്റീസ്, ഏത് ക്വാളിറ്റീസും അങ്ങനെയാണ്. ഓക്കെ, യെസ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഗുഡ്. കസേരകൾ കരയുന്നു. യെസ്, സിറ്റ് പ്ലീസ്. ഞാനിനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ഇത്രയേരം പറഞ്ഞത് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഗ്രോ എന്ന് പറഞ്ഞു. ഫിറോസ് ഇങ്ങനെ, സാറേ പ്ലീസ് ഇനി എന്നോട് ചോദിക്കരുത് കേട്ടോ, ഞാൻ മുമ്പിൽ ഇനി ഒരിക്കലും ഇരിക്കൂല, ഉച്ചക്കലത്തെ സെഷനിൽ ഇനി ഒരിക്കലും ഇരിക്കൂല ഞാൻ ഇനി മുമ്പിൽ. നോ, ഐ നെവർ ആസ്ക് യു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വളർച്ച. എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? വികസനം. ഓക്കെ, ഫൈൻ. മിടുക്കന്മാരാണ് ഈ മിടുക്കന്മാരൊന്നും മിണ്ടല്ല, മിടുക്കികളാണ് മിണ്ടുന്നത്. സി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? ഗ്രോത്ത് ഒരു പ്രായത്തിലുണ്ടാവുള്ളൂ. അങ്ങനെയാണോ? എങ്കിൽ തെങ്ങ് ഏത് പ്രായം വരെയാണ് വളരെ? മനുഷ്യന്മാരെ പറ്റിയാണല്ലേ പറഞ്ഞ. ഞാൻ ജനറലി ഐ ആം ആസ്കിങ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? നിങ്ങളുടെ ആൻസർ തെറ്റാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ചില സ്ഥലത്ത് ഇറ്റ് ഈസ് കറക്റ്റ്, ബട്ട് എല്ലാ സ്ഥലത്തും ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ട് ആപ്റ്റ്. ഓക്കെ,
പറയൂ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? ആ ആ യെസ്, ഉദാഹരണം പക്കയുണ്ടോ? ഒരു കയ്യടി കൊടുത്ത്. ഗുഡ്. ഞാൻ ഫിറോസിനോട് ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ചാടിക്കൊരു ഉത്തരം പറയുകയാണ്. ദിസ് ഇസ് ഡെവലപ്മെന്റ്. മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് കണ്ണൂര് കുറച്ച് പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ, എങ്കിലും അവസാനം പറഞ്ഞ ഉദാഹരണം എന്താണ് പറഞ്ഞത്? തെങ്ങ് വണ്ണം വെച്ചാൽ അതിൽ തേങ്ങ ഉണ്ടാവും, മനുഷ്യന്മാര് വണ്ണം വെച്ച ഒരു ഉപകാരം ഉണ്ടാവില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞു? അത് തന്നെയല്ലേ? അല്ല, എന്നാ ഒന്ന് ഉറക്കെ പറഞ്ഞു. തെങ്ങ് വണ്ണം വെച്ചാല് അത് വണ്ണം വെക്കാനുള്ള ഉപകാരം ഒന്നുമില്ല, അതാ ഗ്രോത്ത്. അത് ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങ ഉണ്ടാവും. പക്ഷേ കറക്റ്റാണ്. നല്ല ഉദാഹരണം ഉണ്ടാ പറഞ്ഞത്. എൻ്റെ ഒരു ഉദാഹരണം എക്സ്പ്ലെയിൻ ചെയ്യല് നിന്ന്. എന്നാൽ പ്ലീസ് ഡിഫൈൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സംഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഗ്രോത്ത് എന്നും എന്താണ് ഡെവലപ്മെന്റ് എന്നും. പക്ഷെ അത് പറയാൻ പറ്റണില്ല. ഇപ്പൊ പറഞ്ഞതിന്റെ ഉദാഹരണം അതാണ്, അവിടെയും പറഞ്ഞതിന്റെ ഉദാഹരണം. സോ ഐ ആം ആസ്കിങ് യു, what is the difference between growth and development? I don't want any example. എനിക്ക് എക്സാമ്പിൾസ് വേണ്ട. ആ ഓൻ പറയും. തലചൊറിഞ്ഞതാണ് മൂപ്പര്, തലചൊറിഞ്ഞാണ്. ഞാൻ വിചാരിച്ച ആൻസർ പറയാണ്, പറ്റിച്ചതാണ്. യെസ് യെസ് ആ സത്യമാണ് സാറേ, അങ്ങനെ തന്നെയാണ്. ശരിയാണ്. ആ അതൊരു ഒരു കുറച്ചുകൂടി നല്ലൊരു ഉദാഹരണം. അപ്പൊ മനസ്സും ശരീരവും ഇല്ലാത്തത് എന്ത് ചെയ്യും? മനസ്സും ശരീരവും ഇല്ലാത്തൊരു സാധനത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഗ്രോത്ത്? എന്തായിരിക്കും സാറേ? നമുക്കറിയാം സാറേ. സാറ് ബാക്കി പറഞ്ഞു എന്നാണ് അർത്ഥമെങ്കിൽ ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. യെസ്, കം ഓൺ. നെഗറ്റീവായിട്ട് ഉണ്ടാവും, പക്ഷേ ഡെവലപ്മെന്റ് പോസിറ്റീവ് ഉണ്ടാവും. അതും ശരിയാണ്. പക്ഷേ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാവരും നല്ല മിടുക്കന്മാരാട്ടോ. കണ്ണൂര് റാഫി, ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര പുലികളാണല്ലോ. ആ നല്ല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഐ എം നോട്ട് ഗെറ്റിംഗ് ഡെഫിനിഷൻ. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്? ഞാൻ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നേരം ചോദിക്കണം. യെസ്, പറയൂ പ്ലീസ്. ഇവിടെ വരൂ. ആ ഉണ്ടാവില്ല. യെസ്, അതും ശരിയാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? എക്സാമ്പിൾ വേണ്ട, എക്സാമ്പിൾ കേട്ടിട്ട് മതിയായി. എല്ലാ റൈറ്റ് എക്സാമ്പിൾസ് കൂടി ഉണ്ട്. പ്ലീസ് ടെൽ മീ ദ ഡിഫറൻസ്, എ സിമ്പിൾ ഡിഫറൻസ്. ഗ്രോത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും, ബട്ട് ഡെവലപ്മെന്റിൽ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെരി ഗുഡ് ആൻസർ, ബട്ട് ഐ നീഡ്. നല്ലൊരു പോയിന്റ് ആയിട്ടാ പറഞ്ഞത്. അപ്പോ എന്താണ് സ്പെല്ലിംഗ് ഒന്നുമല്ല പറയേണ്ടത്, ഡെഫിനിഷനാണ്. എന്താ നഴ്സറി ക്ലാസ്? ഇറ്റ് ഇസ് ഹൈസെക് മാൻ. യെസ്, കം ഓൺ, പറയാൻ പറ്റുമോ? ഞാൻ രാവിലെ ഇവിടുന്ന് കേറിയ സമൂസ ദഹിച്ച് ചിന്തിച്ച് സമൂസ ദഹിച്ച്. വെരി വെരി സിമ്പിൾ മൈ ഡിയർ ഫ്രണ്ട്സ്. ഗ്രോത്ത് ഈസ് എ quantitative change, but development is ഇപ്പൊ പറയട്ടെ എല്ലാരും. ഇപ്പൊ പറഞ്ഞു qualitative change. That is these 2 points mainly. Growth is a change, development also change, but growth is a quantitative change, development is a qualitative. അതെ, ഞാൻ ഗ്രോ ചെയ്യുന്നു. എനിക്കിപ്പോ ഒരു 85 കിലോ ഉണ്ട്. ഞാൻ അങ്ങോട്ട് തിന്ന് 120 കിലോ ആക്കിയെങ്കിൽ that growth is negative in the sense. പക്ഷെ ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് ഒരു 6 pack ആക്കി കഴിഞ്ഞാൽ എന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കുറഞ്ഞെങ്കിലും ബട്ട് ഐ ആം ക്വാളിറ്റേറ്റീവ്.
So it is development. Are you ready to change now? Yes. That, where there is a qualitative change, there will be happening development. ഞാൻ സുബൈ നിസ്കരിക്കാറേ ഇല്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗമ എന്ന് പറഞ്ഞാൽ എന്താണ് സുബൈ ബാങ്ക് കേട്ടിട്ടില്ല ജീവിതത്തിൽ. അവൻ തീരുമാനിക്കുന്നു, ഐ വിൽ ഡു ഓൾ സുബഹി റൈറ്റ് ഓൺവേർഡ്സ്. ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സുബഹി നമസ്കരിച്ച് തുടങ്ങും എന്നുണ്ടെങ്കിൽ there is a development. ഞാൻ ഇന്നു മുതൽ ഒരു ബിരിയാണിയാണ് തിന്നത്, നാളെ മുതൽ ഞാൻ 2 ബിരിയാണി തിന്നും എന്ന് പറഞ്ഞാൽ there is a growth, but there is no development. ബോറടിക്കുന്നു. സോ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈസക്കിലും മൊത്തം പരിപാടി. എനിവേർ ഞാൻ 1 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഐ വിൽ ചേഞ്ച് റൈറ്റ് നൗ 2 hours. ഞാൻ അത് 2 മണിക്കൂറാക്കി മാറ്റും. ഞാൻ ഖുർആൻ ഓതുന്ന ശീലം എനിക്കില്ല എങ്കിൽ റൈറ്റ് ഓൺവേർഡ്സ്, നൗ ഓൺവേർഡ്സ് ഞാൻ ഓതി തുടങ്ങും. there is a development. ഈ ഡെവലപ്മെന്റിനെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഖുർആനിൽ തസ്കിയത്ത് എന്ന് പറയുന്നത്. വതുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ അതിനാണ് ഒന്ന് തസ്കിയത്ത് ഉണ്ടാക്കാൻ. തസ്കിയത്ത് ഡെവലപ്മെന്റ്. എല്ലാ മനുഷ്യരും ഡെവലപ്പ് ചെയ്യണ ഗ്രന്ഥമാണ്. സോ സിമ്പിൾ. 2 തഹ്രീർ, മോചനം അല്ലേ? നല്ലൊരു മോചനം വേണം. പേടിക്കാൻ പാടില്ല, ആരെയും കൂസരുത്, സധൈര്യം മുന്നോട്ട് പോകണം. കുട്ടികളെന്ന നിലയിൽ നിങ്ങൾ തോൽവിയെ പേടിക്കരുത്. തോൽവിനെ ഭയങ്കര പേടിയാണ്. QLS-ന്റെ ഒരു പരീക്ഷ ഉണ്ട് കേട്ടോ, എഴുതാൻ പറ്റുമോ? ഞാനില്ല. എന്തേ? ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പോയി എഴുതുന്നു. തോറ്റ എന്താണ്? മൂക്കി കയറ്റുമോ? തോറ്റൊരു ചുക്ക് സംഭവിക്കൂല. നത്തിങ് വിൽ ഹാപ്പൻ. വെളിച്ചം പരീക്ഷ, ഞാനില്ല. എന്തേ? നമ്മക്ക് മാർക്കൊന്നും കിട്ടൂലപ്പാ. മാർക്ക് വേണ്ടെന്ന്, ഒന്ന് എഴുതിക്കോന്ന്. തോറ്റുപോയ നാണക്കേടാണ്. തോൽവിയെ പേടിയാണ്. നീ ഇതിനൊക്കെ ആരാവണം? എനിക്ക് ആരും ആവണ്ട അല്ലേ? നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന ഒരു +2 പഠിക്കുന്ന കുട്ടിയോട് നിനക്കാരാകണം എന്ന് ചോദിച്ചാൽ മെജോറിറ്റി കുട്ടികളും എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല സാറേ. നിനക്ക് ആരാണ് ആവാൻ ആഗ്രഹം? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇന്റലിജൻസ് without ambition, like a bird without wings. മനസ്സിലായോ? An intelligent without ambition, like a bird without wings. പിന്നെ എങ്ങോട്ടാണ് ഈ പോണത്? ഞാൻ ഇന്ന് രാവിലെ കണ്ണൂർ വെച്ചൊരു സുഹൃത്തിനെ കണ്ടു. ആ സുഹൃത്തിനോട് ചോദിച്ചു, മോൻ എന്തിനാ പഠിക്കണത്? ഞാൻ പഠിക്കുന്നത് ഇന്നതിനാണ്. ഇഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. അങ്ങനെയൊന്നുമില്ല. ബാപ്പ PGക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ PGക്ക് പോയി. ബാപ്പ ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡിഗ്രിക്ക് പോയി. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്റെ സ്ട്രെങ്ത് എന്താണ്? ഞാൻ ഏത് വിഷയത്തിലാണ് നന്നായി പഠിക്കുന്നത്? എനിക്ക് അറബിയാണോ, ഇംഗ്ലീഷാണോ, മലയാളമാണോ? അല്ല, ലാംഗ്വേജേ അല്ല. സബ്ജക്റ്റ് ആണോ? അതുമല്ല. ഞാനൊരു കലാകാരനാണ്. അതുമല്ല. ഞാനൊരു മറ്റേ എന്താണ്, അത്ലറ്റിക് ഇന്റലിജന്റ് ആണ് എന്നൊക്കെ സ്വയം പറയാൻ നിങ്ങൾക്ക് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. Whenever you find yourself, whenever you realize yourself, then only comes with you your success. അല്ലെങ്കിൽ എന്താണ്? ആ നേരം വിളിക്കുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു, ഇത് തന്നെ സ്ഥിരം. So
if you want to yourself, if you want to realize yourself. രണ്ടാമത്, അപ്പോ സക്സസിന് വേണ്ടിയുള്ള ഒന്നാമത്തെ മന്ത്രം റിയലൈസ് യുവർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, നോ യുവർ സെൽഫ്. നിങ്ങൾ ആരാണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയോട് ചോദിക്കൂ. ഉറ്റ ചങ്ങാതി. ചില ക്ലാസ്സിൽ ചില കുട്ടികളെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് പറയും. അപ്പൊ ഒരു 3-4 പേര് ഒരുത്തിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും. ഉറ്റമിത്രം, ഇന്റിമേറ്റ് ഫ്രണ്ട്. ഇന്റിമേറ്റ് ഫ്രണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഇന്റിമേറ്റ് ഫ്രണ്ട് ഇല്ലാത്തവര് കല്യാണം കഴിക്കരുത് കേട്ടാ. ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ഇന്റിമേറ്റ് ഫ്രണ്ട് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അവന് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അവന് വട്ടുണ്ടെന്ന്. വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കിസോഫ്രീനിയ, മറ്റേ ചിത്തഭ്രമല്ല, അവൻ എന്തോ പ്രശ്നമുണ്ട്. ഇന്റിമേറ്റ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്റിമേറ്റ്, ഇപ്പൊ എന്റെ ഭാര്യ എന്റെ ഇന്റിമേറ്റ് ആയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അവളിലൂടെ ആരാണെന്ന്. ഭാര്യമാര് ഇന്റിമേറ്റ് ഫ്രണ്ടാ. സാറിന് വേറെ വട്ടില്ലേ എന്നൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു. ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് കൂടുതലുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലായി തിരിച്ചറിയാൻ പറ്റും. എന്താണ് ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടാക്കാനുള്ള വിദ്യ? ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടാക്കാനുള്ള വിദ്യ ഖുർആൻ പറയുന്നുണ്ട്. ലാ തസ്തവിൽ ഹസന വലസയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. അപ്പൊ എന്താണ്? നന്മയും തിന്മയും സമമാവുകയില്ല. അതുകൊണ്ട് നിങ്ങള് തിന്മയെ നന്മ കൊണ്ട് റിയാക്ട് ചെയ്യാം. റിയാക്ഷൻ പറയാൻ പാടില്ല. റിയാക്ഷൻ എന്ന് പറഞ്ഞ പദം നമ്മൾ എടുത്തു മാറ്റണം നമ്മുടെ ലൈഫിൽ നിന്ന്. എന്നിട്ട് അവിടെ എന്താക്കണമെന്നറിയോ? പ്രോ ആക്ഷൻ ആക്കണം. പ്രോ ആക്ഷൻ. നമ്മളെങ്ങനെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം? അപ്പോ ഒരാള് നമ്മളെ മുമ്പിൽ കൂടി ഒറ്റച്ചാട്ടം. എവിടെ നോക്കിയാണ്ടാ പോണത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആള് പൊട്ടനാണ്, ഇവിടെ കിട്ടൂലായിരുന്നു. പക്ഷെ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്തു? റിയാക്ട് ചെയ്തു. റിയാക്ഷൻ വേർഡ് ഈസ് എ നെഗറ്റീവ് സെൻസ്, ബട്ട് വി ഹാവ് ടു ബി ചേട്ടാ എവിടെ ചിരിച്ചിട്ട്. അപ്പോഴാണ് അയാള് സോറി ചേട്ടാ. ദാറ്റ് ഈസ് പ്രോ ആക്ഷൻ. ഇവിടെയാണ് ഇനി ഒരു കഥയും കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഒരാളെടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് സെൻസിലാണെങ്കിൽ അയാൾ നിങ്ങളുടെ അഭിദോസ്താവും, ഇന്റിമേറ്റ് ഫ്രണ്ട് ആവും. ഞാൻ ഒരു കഥ പറയട്ടെ. എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു കഥ ഉണ്ടാ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സർ എക്സ്ക്യൂസ് മീ, ടൈം ആയെങ്കിൽ ടൈം ആയോ? ഏകദേശമായി. ഇനി എത്രയുണ്ട്? 12:30. യെസ്. അപ്പൊ ആ കഥ പറയാൻ പറ്റില്ല, എങ്കിലും ഐ ട്രൈ. ഞാനൊരു ബസ് കയറാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിങ്കര ബോട്ടൊക്കെ കടന്നു. അപ്പൊ ഞങ്ങളവിടെ ബോട്ട് കടക്കുമ്പോൾ തന്നെ ആ ബസ് ഗുരുവായൂർ വരെ പോകാനുള്ള ബസ്സാണ്. ഞങ്ങള് ബസ് അവിടെ നിർത്തിയിട്ടുണ്ടാവും. ബോട്ട് ഇങ്ങനെ ചാടി ഫ്ലൈ ചെയ്തിട്ട് നേരെ ബസ്സിൽ ഇടിച്ച് കയറും. ബസ്സിൽ കയറുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്, എത്രയും പെട്ടെന്ന് സീറ്റ് കിട്ടണം. ബസ്സിൽ കയറി സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം തകർന്ന പോലെയാണ്. എനിക്ക് മനസ്സിലാവുള്ളൂ എന്താണെന്ന്. ബസ്സിൽ മാത്രമുള്ള ഈ പ്രശ്നം. ഹോളിൽ കയറിയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്നോളന്ന് ഒരു പരിപാടി എടുക്കണം, ഇരിക്കി, ഞാനവിടെ നിന്നോളാന്ന് പറയും. ബസ്സിൽ കയറിയല്ല ചാടിയിരിക്കും. അപ്പൊ ഞാനെന്ത് ചെയ്യുന്നറിയോ? ഞാനൊരു ബുദ്ധിമാനായി എന്റെ ടവലെടുത്തിട്ട് എല്ലാരും ഇട്ടിച്ച് കയറാൻ പോണാണ് ഡോറിൽ കൂടി. മണ്ടന്മാര്. ഞാനിപ്പുറത്ത് കൂടി ജനലിൽ കൂടി ഈ ടവലെടുത്തിട്ട്
ഞാൻ വലിയ ആളായിട്ട് ഉള്ളിൽ കയറി വന്നപ്പോൾ ടവല് താഴ്ത്തിരിക്കും. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു. ഹലോ ചേട്ടാ, ഇവിടെ ടവലുണ്ടായി. ടവല് താഴ്ത്തി കിടക്കണ്ട, എടുത്തോ. എനിക്ക് ടവലല്ലേ വേണ്ടത്. ഞാൻ സീറ്റ് ഇട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ചത്. സീറ്റ് ഇട്ടാൻ വേണ്ടി ഇതിലേ കൂടി കയറണം, അതിൽ കൂടി ടവലിട്ടാ പോരാ, എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റണില്ല. പിന്നെ നമ്മളെ അയാളെ ശരീരമൊക്കെ നോക്കി, കിട്ടാനുള്ള വകുപ്പുണ്ട്, അതുകൊണ്ട് അധികം മിണ്ടണ്ട. അങ്ങനെ ഞാനൊന്ന് ഇപ്പൊ നിന്ന് കൊടുങ്ങല്ലൂര് എത്താറയപ്പോ ചേട്ടനോട്, അടുത്തുള്ള വേറൊരു ചേട്ടനോട് ബസ്സിൽ കമ്പിയുണ്ട്, അവിടെ ചാരി നിൽക്കുക. ചാരി നിൽക്കാൻ നേരത്ത് ചേട്ടൻ എവിടെയാണ്? ഞാൻ കൊടുങ്ങല്ലൂര്. രക്ഷപ്പെട്ടു. ഇനി ഒരു 25 മിനിറ്റ് ഉള്ളൂ. കൊടുങ്ങല്ലൂര് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ഇവിടെ കൈ പിടിച്ചേക്കണം, ഇപ്പുറത്ത് കൂടി ഒരാൾ കയറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയപ്പോ ഈ ചേട്ടനെ എണീക്കാൻ പോണി വേണ്ട, ഇരിക്ക. അപ്പൊ ഇയാള് കൊടുങ്ങല്ലൂർ തെക്കേന്നട, എണീക്കണില്ല. ചേട്ടാ കൊടുങ്ങല്ലൂർ എത്തി, എണീക്കണില്ലേ? ഞാൻ പടിഞ്ഞാറ നടയാണ്. ഓ ദുഷ്ടാ, ഒന്ന് എണീച്ചൂടെ? മനസ്സിലങ്ങനെ കരുതിയിരിക്കണ. അങ്ങനെ ആ ചേട്ടനെ എണീച്ചപ്പോ കയ്യൊക്കെ ഇതിങ്ങനെ ഒതുക്കി പിടിച്ച് ആ ചേട്ടനെ സൈഡിൽ കൂടി പോകുമ്പോ, ഞാൻ ഇരിക്കാൻ പോകുമ്പോഴേ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഒരു ചേട്ടൻ വന്നിട്ട് എത്തിയിരിക്കും. ഞാൻ അയാളെ മടിയിൽ. അപ്പൊ ചേട്ടാ എന്താണ് അയാൾ ചേട്ടാ അയാൾ വിളിച്ചിട്ടൊന്നും കേൾക്കണില്ല. അയാൾ പുറത്തേക്ക് നോക്കിയിരിക്കണം. അയാൾ ആ കമ്പിന്റെ സൈഡിൽ കൂടി കാലൊക്കെ പൊക്കിയിട്ട് ഇപ്പുറത്ത് കൂടി എത്തിയിരിപ്പ്. എനിക്കവിടെ എന്തോ ദേഷ്യം വന്ന്. കാരണം ഫോട്ടോ ചെയ്യുന്ന എന്നെ ഒരുത്തൻ എന്നെ ടവലെടുത്ത് വലിച്ചെറിഞ്ഞാണ്. കൊടുങ്ങല്ലൂർ എത്തി 40 കിലോമീറ്റർ ഞാൻ നിന്ന് ദേഷ്യം പിടിച്ച. ആ ദേഷ്യമൊക്കെ ഉള്ളിൽ, കാരണം ഞാൻ അന്ന് MSമാരനാണ്, ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചേക്കനാണ്. അങ്ങനെ ചേട്ടാന്നൊന്ന് വിളിച്ചിട്ട് ചേട്ടൻ കേൾക്കണില്ല. ചേട്ടൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. എന്നിട്ട് കൊടുങ്ങല്ലൂർ കണ്ട് ആസ്വദിക്കണു, പുറത്തേക്ക് നോക്കിയിട്ട് വിളിച്ചിട്ട് കേൾക്കണില്ല. അവസാനം ദേഷ്യം വന്നു. അവിടെ ഇവിടെയൊക്കെ പോകാൻ നോക്കിയപ്പോ എല്ലാ സീറ്റും ഫില്ലായി. വീണ്ടും ഞാൻ 42 കിലോമീറ്റർ നിൽക്കണം. എൻ്റെ മനസ്സിലെ ദേഷ്യമൊക്കെ കുറേ നേരം കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പതുക്ക എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയതാണ്. അപ്പൊ ഞാൻ ആദ്യം കണ്ടില്ല. അപ്പൊ ഇയാളെ എന്നെ നോക്കണേണ്. ഇയാളൊന്നും വിട്ടല്ല, പുറത്തേക്ക് നോക്കിക്കണായിരുന്നു അത്രയും നേരം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇയാളെ എന്നെ നോക്കണം. പിന്നെ നമുക്കുണ്ടല്ലോ ഒരാളെ കളിയാക്കാനുള്ള അവസരം. ഞാനിങ്ങനെ മോന്തിങ്ങനെ പിടിച്ചപ്പോ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ മുട്ടി. എങ്ങോട്ടാണെന്ന് എന്നെ എടുത്തു. ഞാൻ ഗുരുവായൂര് 42 കിലോമീറ്റർ ഉണ്ട് ഇനിയും. ചേട്ടൻ കയറിയിരുന്നു. സോറി ട്ടാ. എന്നിട്ട് കാല് ഒരു തുണിയാണ് എടുത്തിരിക്കണം. കാലിങ്ങനെ പൊക്കി കാണിച്ചപ്പോ 2 മുട്ടിലും നീര് വെച്ചിരിക്കുകയാണ്. എനിക്ക് ആർത്രൈറ്റീസിന്റെ അസുഖം ഉണ്ടെന്ന് നിൽക്കാൻ പറ്റില്ല. എനിക്കറിയാം മോന് സീറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. ഞാൻ ചാടി കയറി ഇരുന്നാണ്. ക്ഷമിക്കണോട്ടാ. മുട്ടുകാല് കണ്ടപ്പോ കുഴപ്പമില്ലേട്ടാ, ചേട്ടനിരുന്നോ? എനിക്ക് കുഴപ്പമില്ല, പ്രായമുള്ളതല്ലേ. ഞാനൊന്നും പറഞ്ഞില്ലല്ല. എന്റെ മനസ്സിൽ അയാളെ പറയാന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ പുറത്തേക്ക് പറഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കുഴപ്പമില്ല ചേട്ടനിരുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നല്ല ഒരു പ്രോ ആക്ഷൻ ആയപ്പോ പിന്നെ ആ മനുഷ്യൻ എനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്താള് നിങ്ങളെവിടെ ഇറങ്ങണം, ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അയാൾ എന്നെ ഇരുത്താൻ ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ നല്ല കമ്പനിയായി ഞങ്ങൾ ഒരൊറ്റ മൊമെന്റ്സ് ഞാനെങ്ങാനും അയാളെ ഷർട്ടിന് പിടിച്ചിട്ടോ ചീത്ത വിളിക്കുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ സിറ്റുവേഷൻ വാസ് ഡിഫറെന്റ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ലാതെ പ്രോ ആക്റ്റീവായിട്ട് പെരുമാറണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, നമ്മൾക്ക് ഭയങ്കര ഇന്റലിജൻസി ഒക്കെ ഉണ്ടെന്ന് പറയും. ആ ഇന്റലിജൻസിയിൽ ഒരു ഇന്റലിജൻസി നമുക്ക് വേണം. ആ ഇന്റലിജൻസിയാണ് ഇമോഷണൽ ഇന്റലിജൻസി എന്ന് പറയണത്. ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക പക്വത. കേട്ടോ, ചരിത്രത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. പോരാടിയിട്ട് ശത്രുവിനെ നിരായുധനാക്കിയിട്ട് നെഞ്ചത്തേക്ക് കടാര കുത്താൻ പോവാൻ നേരത്തെ ഒറ്റ തുപ്പ് ശത്രു മോത്തിട്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് മാറിയിട്ട് അവനെ വിട്ട്. ഇനി ഫിറോസാണ് കുത്താൻ പോണെന്ന് വിചാരിച്ചോ? ഈ ഫിറോസ് അല്ല, ഈ ഫിറോസ് കുത്താൻ പോണെന്ന് വിചാരിച്ചോ? ഞാനങ്ങോട്ട് കുത്താൻ പോയപ്പോ തുപ്പി.
ആഹാ, ഞാനൊരു കുത്തു കുത്താൻ തീരുമാനിച്ചാണ്. കാലമാടാ, 1 2 3 5 6 കുത്ത് നമ്മൾ കുത്തും. കാരണം ഞങ്ങളവിടെ ദേഷ്യം പിടിച്ചിട്ട് റിയാക്റ്റീവായിട്ട് ടെൻസ്ഡ് ആയിട്ട് കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അവിടെ പ്രോ ആക്റ്റീവ് ആയി. റസൂലുള്ളാഹിന്റെ കഥ കേട്ടോ. ആയിഷ റളിയല്ലാഹു അൻഹു മധുരം കൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആയിഷ റളിയല്ലാഹു അൻഹു ഇതെവിടെ നിന്നാണ്? ഇത് സൈനബിന്റെ വീട്ടിൽ നിന്നാണ്. ഒരൊറ്റ തട്ട്. അപ്പൊ ചോദിച്ചു, ഓ താങ്കൾ ദേഷ്യത്തിലാണല്ലേ എന്ന് ചോദിച്ചു. ഇനി ഫിറോസ് ആണെങ്കിൽ ആ പാത്രം താഴത്ത് വീണതിന് മുമ്പ് എൻ്റെ ഭാര്യന്റെ മുഖം പാത്രമായി മാറുമായിരുന്നു. There is a pro action. ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വേണം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു ലേൺ മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരുടെ മനസ്സിനെ പറ്റി പഠിക്കലും ഒക്കെ ഭയങ്കര രസമാണ്. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഇന്റലിജൻസി ആണ് ഇമോഷണൽ ഇന്റലിജൻസി. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആൻ ആ ഇമോഷണൽ ഇന്റലിജന്റിന് ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അയാളുടെ പേരാണ് സ്വാബിർ. എവിടെയൊക്കെ സ്വർഗത്തിൽ പോണോന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സ്വാബിറുകളാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ പൂവമ്പഴൊലിക്കണമാതിരി സ്വർഗത്തിൽ പോവാന്ന് നിങ്ങൾ വിചാരിക്കണോ? നെവർ, ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാബിർ ആകണം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഹാവ് മച്ച് മോർ ടൈം. മൂന്നാമത്തെ ഒരു പോയിന്റ്, നിങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണണം. നല്ല സ്വപ്നങ്ങൾ കാണണം. ലൈഫ് ബി റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വപ്നങ്ങൾ കാണണം. പക്ഷെ നമ്മളെപ്പോഴും റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്വപ്നങ്ങളാണ് കാണുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു സീരിയൽ കാണുന്നത്, നമ്മുടെ ഉമ്മമ്മ സീരിയൽ കാണണേട്ടാ. സീരിയൽ കാണുന്നത് ഉമ്മ ഭയങ്കര കരച്ചില്. എന്നാലും അവൻ മറ്റേ ഭാര്യന്റെ കൂടെ പോയല്ല, ഈ ഭാര്യ വെറുതെ ഇവിടെ നിൽക്കും. അതാണല്ലോ ഫുള്ള് സീരിയല്, കംപ്ലീറ്റ് ആ വിഹിതമാണ്. അപ്പൊ കരയാൻ നേരത്ത് നമ്മൾ പുതിയ പിള്ളേര് ഉമ്മമാനെ കളിയാക്കും. അയ്യേ, സീരിയൽ കണ്ടിട്ട് കരയണ നമ്മൾ കളിയാക്കും അല്ലേ? നമ്മളും അതേപോലെയൊക്കെ തന്നെയാണ്. ഈ കുമാരന്മാര് അല്ലേ? മോഹൻലാല് ഹീറോയിസം കാണിക്കണ മാതിരി നമ്മളെ പിള്ളേര് ഹീറോയിസം കാണിക്കും. അത് ഉമ്മ സീരിയലിൽ കരയണത് പോലെ തന്നെയല്ലേ ഇവിടെ? മമ്മൂട്ടി ഇത്രയും വലിയ മുടി വളർത്തിയത്, അത് വിഗാണ് പോട്ടെ. ആ സാധനം പോലെ നമ്മളെ പിള്ളേര് ഇത്രയും മുടി വളർത്തി. ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. എനിക്കത് ഭംഗി ഉണ്ടാവോ ഇല്ലെന്ന് ഞാൻ നോക്കിയിട്ടില്ല. സൽമാൻ ഖാൻ അണ്ടർവെയർ പുറത്ത് കാണിച്ചിട്ട് പാന്റ് അടിയിൽ അല്ലേ? അണ്ടർവെയർ അകത്തല്ലേ? ഇത് സൽമാൻ ഖാന്റെ ഒക്കെ ചില പണ്ട് അണ്ടർവെയർ പുറത്ത്. നമ്മളും അതേപോലെ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. ഡിഫറൻസ്. ഉമ്മ സീരിയൽ കാണുന്ന പോലെ സിനിമ എന്ന് പറയുന്നത് റിയാലിറ്റിയുമായി ഒരു ബന്ധവുമില്ല. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കുമാരന് ഈ കണ്ണൂര് കോൾ ടാക്സി ജംഗ്ഷന്റെ മുമ്പിൽ കൂടി പാട്ടും പാടി നടക്കോ? ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് പാട്ടും പാടി വീട്ടില് പൂന്തോട്ടത്തിലൂടെയൊക്കെ നടക്കുവോ? There is no reality. ഒരാൾ ഒറ്റടിക്ക് എല്ലാരും മോഹൻലാൽ ഇടിച്ചാൽ രജനീകാന്ത് ഇടിച്ചാൽ 100 പേര് പറഞ്ഞു പോവോ? ഇല്ല. There is no reality. പക്ഷേ നമ്മളും ഇങ്ങനെയാണ് അല്ലേ? സാമഗാമ സനിഗാമ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മള് എനിക്ക് വയ്യ കോരിത്തിരിക്കണം. ഇറ്റ് ഇസ് നോട്ട് എ റിയാലിറ്റി മൈ ഡിയർ ഫ്രണ്ട്സ്. live with reality. യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നോ, കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന്. ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റൂല. ഇപ്പൊ 21 ആക്കാൻ പോണു. പക്ഷെ 15 വയസ്സിൽ ഞാൻ കല്യാണം ഉറപ്പിച്ച്. മനസ്സിലായില്ല എന്താണെന്ന്?
ആദ്യത്തെ ഒരു ദിവസം അവൻ വായി നോക്കിന്ന്, ഞാൻ നോക്കിയില്ല. രണ്ടാമത്തെ ദിവസവും അവൻ അതേ സ്പോട്ടിൽ കുളിക്കാണ്ട് മുടിയിരാണ്ട് അണ്ടർവെയറൊക്കെ പുറത്തിട്ടിട്ട് അവിടെ വന്നു. ഞാൻ രണ്ടാമത്തെ ദിവസം നോക്കിയില്ല. മൂന്നാമത്തെ ദിവസം അവന് കാണുന്നില്ല. അപ്പൊ ഞാൻ നോക്കി, ഇന്ന് അവൻ വന്നില്ലേ? അപ്പൊ അവൻ അപ്പുറത്തേക്ക് കടന്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണ്ട്. ഇവൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി ഇവൾക്ക് എന്നെ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. സോ ബി ലിവ് വിത്ത് റിയാലിറ്റി. സോ എങ്കിൽ മാത്രമേ ഈ യാഥാർത്ഥ്യ ലോകത്ത് യാഥാർത്ഥ്യത്തോടുകൂടി നല്ലത് സ്വപ്നം കണ്ട് നിങ്ങൾ ജീവിക്കുക. സ്വപ്നത്തെ പറ്റി ഒരുപാട് കഥ പറയാനുണ്ടായിരുന്നു. എല്ലാം സമയം നമ്മളെ കൊന്നു തീർത്തു. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ടുകൾ നിങ്ങൾ ഉണ്ടാക്കണം. ഇന്റിമേറ്റ് ഫ്രണ്ടിനെ അകറ്റണ സ്വഭാവമുണ്ട്, ഒരു സ്വഭാവം അത് നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്താണെന്നറിയോ? ഇന്റിമേറ്റ് ഫ്രണ്ട്സിനെ അകറ്റണ സ്വഭാവം നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത്. അതെന്താണെന്നറിയാമോ? പരിഹാസം. പരിഹാസം എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷന് മനസ്സിലാവൂല. എന്തെന്ന് പറയണം? ട്രോൾ എന്ന് പറയണം. അപ്പൊ മനസ്സിലായി, സാറ് ട്രോളായിരുന്നു ഉദ്ദേശിച്ചത് അല്ലേ? പരിഹസിക്കുക എന്ത് രസമെന്നറിയാമോ? ടി വിയിൽ ഫുൾ ടൈം കോമഡി ഷോയാണ്, അതിൽ ഫുള്ള് പരിഹാസമാണ്. മലയാളികളിൽ ഇത് പരസ്പരം പരിഹസിച്ച് സമയം കളയുകയാണ്. പരിഹസിക്കരുത്. ഞാൻ നല്ല പരിഹാസിയാണ്. ഞാനിപ്പോ എന്റെ സ്വഭാവമൊക്കെ നിർത്തി. പരിഹാസം നിർത്തിയപ്പോ എനിക്ക് നല്ല കൂട്ടുകാരുണ്ടായി. നല്ല കൂട്ടുകാര് നമ്മളുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. ഭാര്യ ഭർത്താവിനെ പോലും പരിഹസിക്കരുതെന്നാണ് ഞാൻ പറയണത്. പരിഹാസം എന്താണെന്നാ ഒരു ഉദാഹരണം പറയട്ടെ. ഞാനൊരു ഒരു ഗ്രൗണ്ടിൽ ചെന്ന്, അപ്പൊ 3-4 പിള്ളേര് അടിച്ചോ 6 അടിച്ചിട്ട് ബോള് കാണുന്നല്ല. നീ 6 അല്ല അടിച്ചത്, ഞാൻ ഗാലറി അടിച്ചു വിടും. 6 ചക്ക. നോക്കുമ്പോ എന്താ ഒരു പട്ടിക്കുട്ടിയെ ഒരു വടി എടുത്തിട്ട് അടിക്കണ, അടിച്ചിട്ട് അറ്റം വരെ പോണ 6. പട്ടി കിടന്നിട്ട് കരച്ചില്. അപ്പൊ ഞാൻ ചേടാ എന്താണ്ട് കാണിക്കണത്? ഈ പട്ടിക്കുട്ടിരിക്കണതല്ലാണ് തമാശയാണ്. അവനെ തമാശയാണ് ചേട്ടാ, നമ്മ തമാശ കളിക്കണത്. ആര് തമാശ കളിക്കണത്? ഈ പട്ടിക്കുട്ടിനെ 6ഉം 4ഉം അടിച്ചിട്ടാ തമാശ അടിക്കണത്. പട്ടിക്കുട്ടിക്ക് പ്രാണവേദന, ഇവനിക്കൊക്കെ തമാശ. പരിഹസിക്കുമ്പോൾ പരിഹാസം കൊള്ളുന്നവന് പ്രാണവേദന, പറയുന്നവന് എന്ത് രസം. നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. വെദർ യുവർ സിസ്റ്റേഴ്സ്, ബ്രദർ, എനി ക്ലാസ്മേറ്റ്സ്, നൈബേഴ്സ്, ഫാദർ, മദർ, so try to learn, understand the reality and be a mature. MSM invite you to learn everything. Learn. ഈ ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കണം. സമയം അധികരിച്ചു. കേട്ടുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എനിക്ക് അങ്ങനെ വലിയ പ്രസംഗമൊന്നും അറിയില്ല. ഐ ആം ടോക്കിംഗ് വിത്ത് വെരി കോമൺ ലാംഗ്വേജ്, മൈ കൊളോക്കിയൽ സ്ലാങ്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു വെരി മച്ച്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.